ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് സിബിൽ സ്കോർ ഇനി വില്ലനാകില്ല, വായ്പാ നിയമങ്ങൾ കർശനമാക്കി RBI. സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ധനകാര്യ സ്ഥാപനങ്ങളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും വായ്പയെ കുറിച്ച് പലരും ബോധവാന്മാർ ആകാറുള്ളത്. ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ വായ്പ ലഭിക്കാൻ കുറെ കഷ്ടപ്പെടും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സിബിൽ സ്കോറിനെ സംബന്ധിക്കുന്ന 5 നിയമങ്ങൾ റിസർവ് ബാങ്ക് അവതരിപ്പിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന് ശേഷം RBI ഇതിൽ ഒരു നിയമം കൂടി ചേർത്തിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. RBIയുടെ പുതിയ നിയമം അനുസരിച്ച് ഓരോ 15 ദിവസം കൂടുമ്പോഴും ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് സ്കോറുകൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ നിയമം 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ക്രെഡിറ്റ് സ്കോർ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യണമെന്ന് RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. RBIയുടെ ഈ നിർദ്ദേശത്തോടെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ സാമ്പത്തിക വിവരങ്ങൾ കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും ലഭിക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് RBI ഈ ഉത്തരവ് പ്രഖ്യാപിച്ചത്. എന്നാൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വായ്പ നൽകുന്നവർക്കും ക്രെഡിറ്റ് ബ്യൂറോകൾക്കും ജനുവരി 1 വരെ സമയം നൽകിയിരുന്നു. ഇനി എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്ന് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സ്കോർ എന്നാൽ 300-നും 900-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ്. അത് ഒരു വ്യക്തിക്ക് വായ്പ ലഭിക്കാൻ അർഹത ഉണ്ടോ എന്നും അത് തിരിച്ചടയ്ക്കാനുള്ള കഴിവ് ഉണ്ടോ എന്നും അളക്കുന്ന സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ. ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ഉൾപ്പെടെയുള്ള വായ്പ നൽകുന്നവർ നൽകുന്ന വിവരങ്ങൾ അവലോകനം ചെയ്താണ് ഈ സ്കോർ കണക്കാക്കുന്നത്. അപ്പോൾ RBIയുടെ ഈ പുതിയ നിയമത്തെ പറ്റിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് പലർക്കും അറിയാത്തതുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.